ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമ്പ് തുറയുമായിട്ടാണ് വന്നേക്കണത്. തട്ടിക്കൂട്ടി ഒരു സമൂസയൊക്കെ അങ്ങനെ രണ്ടുമൂന്നെണ്ണം റെഡിയാക്കി 5:45 ഇവിടെ വാങ്ങി കൊടുക്കണത്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ലെന്നേ, അതാണ് കണ്ടില്ലേ മഞ്ഞൊക്കെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. ആൾക്കാർ അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ എന്തൊരു സുഖം തോന്നല്ല, വെറുതെ കിടക്കുക, കാണുമ്പോൾ തന്നെ കഷ്ടം വരും. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം എന്താ കുറച്ചേരം റിലാക്സ് ചെയ്യാം. അകത്ത് കയറി ഇരുന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു. നൂഡിൽസ് കണ്ടിട്ട് എന്താ അങ്ങനെ ഇരിക്കണത്? ഇതെന്തായാലും മാത്രമേ ഉള്ളൂ. ജ്യൂസ് നമ്മൾ എപ്പോഴും കുടിക്കണല്ലേ, പക്ഷെ നമ്മുടെ സാധനം വേസ്റ്റ് ആവൂലേ. ഞാൻ പറയണ വല്ല കേൾക്കണ്ട, ഇവിടെ ഭയങ്കര ബഹളമാണ്. സമൂസ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല രസമുണ്ടാവും. ചായ ഒരു രക്ഷയില്ല. നല്ല തണുപ്പാണ് പുറത്ത്. കോഴിമുട്ട നമ്മൾ താറാമുട്ടയും കാടമുട്ടയും എടുത്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയില്ലേ, ഞാൻ തന്നെ ഞെട്ടി. ഹലോ, നോമ്പ് 12 ഞായറാഴ്ച. അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കണത്. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കണം. അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞൊക്കെ കാണാം, മഞ്ഞിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ കാണാം. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ അതൊക്കെ അലിഞ്ഞലിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ബാൽക്കണിയിൽ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടാണ് കേട്ടോ പറഞ്ഞത്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാതെ എന്താ സംഭവം നിൽക്കുക, പുതിയതായിട്ട് കാണുന്നവർ അന്തം വിട്ട് നോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളുത്ത് കാണാണ്ട് ഇതൊക്കെ മഞ്ഞാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നോമ്പിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാളിൽ പോയിട്ട് നോമ്പ് തുറന്നതൊക്കെ. മാളിൽ പോയിട്ട് നോമ്പ് തുറന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മാളിൽ പോയിട്ടാണ് നോമ്പ് തുറന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിട്ടാ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമ്പ് തുറയുമായിട്ടാണ് വന്നേക്കണത്. അതെന്താണെന്നല്ലേ, അത് ഞാനിപ്പോൾ പറയണോ വേണ്ട അല്ലേ, സസ്പെൻസ് ഇട്ടിട്ട് എന്ത് കാര്യത്തിനാണ്, അത്ര വലിയ സസ്പെൻസ് ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിങ്ങനെ പാക്ക് ചെയ്ത് പുറത്തു പോയിട്ട് നമുക്ക് നോമ്പ് തുറക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായാലും പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൂടെയെന്ന്. വാങ്ങിക്കാം, പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ നോമ്പിൽ ബഫേ ഫുഡായിരിക്കും. നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കണ ചോയ്സ് ഭയങ്കര കുറവാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ഓരോ കടകൾ, അതും നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊന്നും ഇവിടെ കിട്ടൂലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ സെയിം പലഹാരങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇന്നും കിട്ടുക. അപ്പോൾ പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും നമ്മൾ കഴിക്കുന്ന ഒരു കേരളീയ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പലഹാരങ്ങളാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. എന്ന് വെച്ചുകൊണ്ട് ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൂല എന്നല്ല കേട്ടോ. ഇന്നിപ്പോൾ തോന്നി നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. പുറത്ത് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ വഴിയെ പറയാട്ടെ. എല്ലാം കൂടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെന്താണ് രസമുള്ളതും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. കാരണം വെച്ചാൽ ഞാൻ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഐറ്റംസ് അധികം ഉണ്ടാക്കും. എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് ദിവസത്തേക്കൊന്നല്ല കേട്ടോ, ഒരു 2 ദിവസത്തേക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ തിരക്ക് പിടിക്കണ്ട, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമൂസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലൈറ്റ് പകുതി പോർഷൻ റെഡി ആയിട്ടുണ്ട്, ഇനി പകുതിയും കൂടി റെഡിയാക്കാനുണ്ട്. പിന്നെ ഞാൻ മറ്റേ ഈന്തപ്പഴം ഇല്ലേ ഇങ്ങനെ നട്ട്സ് ഉള്ളിൽ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തതും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണം ഇന്ന് നമുക്ക് പുറത്തു പോകാനായിട്ട്. അപ്പം ഞാൻ വേഗം പണിയിലേക്ക് തിരിക്കട്ടെ. പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നും നല്ല പണി തന്നെയാണ്. പക്ഷേ മെയിൻ ഫുഡ് ഞങ്ങളിന്ന് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കണത്, ബിരിയാണി. അപ്പോൾ ഇന്ന് ഇവിടെ മലയാളി ഒരിക്ക ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണി. ഒരു കാറ്ററിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾ. ബിരിയാണി, മന്തി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നാളുടെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മേടിക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് മേടിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇത് റെസ്റ്റോറൻ്റ് അല്ലല്ലോ, അങ്ങനെ കാറ്ററിംഗ് ആയിട്ട് ചെയ്യണ ബിസിനസ്സല്ലേ. അപ്പോൾ നമുക്ക് മേടിക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്കുള്ളൊരു ബിരിയാണി ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അടിപൊളി ബിരിയാണിയാണ്. നമ്മളൊരു കേരള സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പറ്റും. ഇതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ബിരിയാണിയും കൂടി നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ വാങ്ങിക്കണത്. കാരണം ഇന്നിപ്പോൾ ഡെലിവറി ഇല്ല എന്നാണ് പറഞ്ഞത്, അവിടെ പോയിട്ട് വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി ബിരിയാണിയൊക്കെ വാങ്ങി നമുക്ക് ഇവിടെ നോമ്പൊക്കെ തുറന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, അതാണ് ഇന്നത്തെ പ്ലാൻ. കൂടുതൽ വിശദമായിട്ട് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കിച്ചണിലേക്ക് പോകാം.
അപ്പം മക്കളെ സമൂസ ഇരിപ്പുണ്ടെന്നൊക്കെ വിചാരിച്ചാണ്ടോ ഞാൻ ആ വാചകം അടിച്ചത്. പക്ഷേ നോക്കിയപ്പോൾ സമൂസയില്ല, കട്ട്ലേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വേഗം തന്നെ തട്ടിക്കൂട്ടി ഒരു ബീഫ് സമൂസ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്പീഡിലാണ് ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഞാൻ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മാറി നടന്ന് സമയം വൈകിയെന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമൂസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫില്ലിങ് റെഡിയാക്കണം, പിന്നെ ഇതൊന്ന് ഷീറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട്. കാര്യം ഇത്തിരി പണിയൊക്കെ തന്നെയാണ്. എങ്കിലും നമുക്ക് എത്ര നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ പറമ്പര് വേണമല്ലോ. പ്രത്യേകിച്ച് സമൂസ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം. അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇത് വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല, എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കട്ട്ലേറ്റിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സമൂസക്ക്. സമൂസ ഫില്ല് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഞാനും യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതേ ഞാനങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല, ആകെ ഒരു 4 ഉണ്ടാക്കണുള്ളൂ. 4 ആണെങ്കിലും ഉണ്ടാക്കി എടുക്കണമല്ലോ, അതൊക്കെ തന്നെ. അങ്ങനെ അതേ വേഗം തന്നെ ഞാൻ 4 സമൂസ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാം ചടപടേന്നാണ് പരിപാടികൾ. ഗെയ്സ് നമ്മളങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം നോമ്പ് തുറക്കാനായിട്ട്. സമൂസയൊക്കെ ഇരിപ്പുണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ നോക്കിയപ്പോഴത്തേനും അത് മാത്രമില്ല. പിന്നെ വേഗം തന്നെ തട്ടിക്കൂട്ടി ഒരു സമൂസയൊക്കെ അങ്ങനെ 2-3 റെഡിയാക്കി. ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ, കുറച്ചല്ലേ. അപ്പോൾ അതാണ് വേഗം അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായ തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി എടുത്തിട്ടുണ്ട്. ജ്യൂസ് നമ്മൾ എടുത്തില്ല കേട്ടോ. ജ്യൂസ് ഇനിയിപ്പോൾ പോണ വഴിക്കാണെങ്കിൽ അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പോൾ സമയം ഒരു 3:45 ആയിട്ടുണ്ട്. 5:45 ഇവിടെ വാങ്ങ് കൊടുക്കണത്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം, അല്ലെങ്കിൽ വാങ്ങ് കൊടുക്കൂലേ. നമ്മൾ എവിടെയാണ് പോണേന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടാ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ലെന്നേ. അതാണ്, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മുൻകൂട്ടിയൊക്കെ റെഡിയാക്കിയൊക്കെ സെറ്റാക്കി വയ്ക്കാമായിരുന്നു. ഇത് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിരിയാണി വാങ്ങിക്കണമെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് വായോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിനു വേണ്ടി നമ്മൾ ഇറങ്ങണം. അപ്പോൾ തോന്നി എന്നാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫുഡ്. അപ്പോൾ നോമ്പ് തുറക്കലായി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താൽ, പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ പോകണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കാം. ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റും. പാളിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. 1-2-3 ഐറ്റംസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇനിയുള്ളത് കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. നമുക്ക് സമയം കളയേണ്ടവയെന്ന് തന്നെ പോകാം അല്ലേ. ഇന്ന് തണുപ്പുണ്ട് കേട്ടോ, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചൂടല്ല, വെയിലുണ്ട്. ഇനി രാത്രിയാവും തോറും തണുപ്പിങ്ങനെ ആയി വരും. ഇവിടെ അങ്ങനെയാണ്, പകൽ കഠിനമായ തണുപ്പൊന്നുമില്ല, വൈകിട്ടാകുമ്പോഴാണ് തണുപ്പിങ്ങനെ ആയി വരുന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഇന്നിപ്പോൾ മാർച്ച് 1-ാം തീയതി അല്ലേ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും തണുപ്പൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതേ അവരൊക്കെ വണ്ടി കയറി, നമുക്കിനി പോകാം. വർത്താനം പറഞ്ഞു തന്നാൽ ശരിയാവില്ല. കണ്ടില്ലേ മഞ്ഞൊക്കെ ഇങ്ങനെ അലിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. അപ്പോൾ വീണേന നമ്മൾ പെൻസിൽവാലിയ സ്റ്റേറ്റിലേക്കാണ് കേട്ടോ പോണത്. കാരണം വെച്ചാൽ നമ്മൾ വാങ്ങിക്കാൻ പോണ ബിരിയാണിയില്ലേ, അവരുടെ കാറ്ററിംഗ് ഉള്ളത് ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളുവഴികളിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും നല്ലൊരു വെയിലുമാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ഒരു ഇതിങ്ങനെ ഒലിഞ്ഞിങ്ങനെ പോണേണ്. ഫുള്ളിങ്ങനെ വെള്ളമാണ്, നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കാം. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. മഞ്ഞൊക്കെ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഫുള്ളും ഇങ്ങനെ അലിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ്. ഈ കാണുന്ന വീടുകൾക്ക് ഇടയിലായിട്ടാണ് കേട്ടോ സെമിത്തേരി ഉള്ളത്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, വീടിൻ്റെ ഇടയിലൊക്കെ ഈ കടകൾ വരൂലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സെമിത്തേരികളൊക്കെ. നമുക്ക് റോഡ് സൈഡിലും ഒക്കെ നമുക്ക് ഇങ്ങനെ പോണ വഴിയിലൊക്കെ സെമിത്തേരികൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് മാളിലേക്കാണ് കേട്ടോ പോണത്. കാരണം വെച്ചാൽ നമ്മൾ ആദ്യം ബിരിയാണി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബിരിയാണിയൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വൈകിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കേണ്ട ഒരു മാളിൽ എത്തിയിട്ടുണ്ട്. മാളിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഗെയ്സ് നമ്മളങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. മാളിലേക്കാണ് കേട്ടോ നമ്മൾ വന്നേക്കണം നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ആദ്യം നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ വരുമ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു പോകില്ലേ, അതാണ് കേട്ടോ. ഇവിടെ മാളെന്നൊക്കെ പറഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ആവും. ഇപ്പോൾ സമയം ഏകദേശം ഒരു
5 മണി ആവാറായിട്ടുണ്ട്. ഇനിയുണ്ട് 3/4 മണിക്കൂറും കൂടി. അപ്പോൾ ഈ കാണാണ് മാള്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. പുറമ കണ്ടില്ലേ, വണ്ടികളൊന്നും അധികവും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. കയറി നോക്കാം. വെയിലടിക്കണം. അത് ആ സൈഡ് ക്ലോസ്ഡ് അടി, നടുക്കൂർക്ക്. ഫുഡ് കോർട്ടിലൊരു മനുഷ്യനെ കാണുന്നില്ലല്ലോ. ഇന്നെന്താ ക്ലോസ്ഡ് ആണോ? ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ. ആരുമില്ല. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ മക്കളെ, ഇതാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴുള്ള മാളിൻ്റെ അവസ്ഥ. വലിയ കാട്ടൊരു മാളാണ്. പക്ഷെ നോക്കിക്കണ്ടേ, ഒരു മനുഷ്യനും മഞ്ചാതി ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു മാളിൽ. പക്ഷെ മാള് ക്ലോസ്ഡ് ഒന്നുമല്ല കേട്ടോ. ഗേസ്, നമ്മളങ്ങനെ ഈ മാളിൽ നിന്ന് പോകുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യനില്ല. ഇത് കണ്ടില്ലേ, ഫുൾ കാലിയാണ്. അതാരണം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാട്ടോ. പക്ഷെ നമുക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതാരണം നമ്മൾ പോകാമെന്ന് വിചാരിച്ച്, വേറെ മാള് നോക്കാമെന്ന് വിചാരിച്ച്. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ അത്ര സേഫായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ക്ലോസ്ഡ്. ചില കടകളൊക്കെ ഒന്നും ഇങ്ങനെ അടച്ചിട്ടേക്കണം. ചില കടകളിലൊന്നുമില്ല, കാലിക്കടകൾ. ആൾക്കാർ അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. ചിലവർ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു സുഖം തോന്നല്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഇനി 1 മണിക്കൂറുണ്ട് ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ തോന്നി ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഇതാണ്ട മാളിൻ്റെ പേര്. വലിയ മാളാണെന്ന്, എന്ത് വലിയ മാളാണെന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കുക. കാണുമ്പോൾ തന്നെ കഷ്ടം വരും. ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട്. ആളുകൾക്കൊക്കെ അകത്ത് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ആക്റ്റീവല്ല മാള്. മിക്ക കടകളും കാലിക്കടകളാണ്. ചില തുണിക്കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇവിടെ അമേരിക്കയിൽ എല്ലാ സ്റ്റേറ്റിലും ഇഷ്ടംമാതിരി മാളുകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നേക്കുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റിലാണ്. ഇവിടെയും ഇഷ്ടംമാതിരി മാളുകളുണ്ട്. നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും മാളുകൾ എന്നൊക്കെ പറയൂല, അത്രയുണ്ട്. പക്ഷേ ഇവിടെ മാളുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ചിലതൊക്കെ കടകളൊന്നുമില്ല, വെറുതെ ഇങ്ങനെ മാളെന്ന് പറഞ്ഞിങ്ങനെ കിടക്കണമെന്നും മാത്രം. ഗൈസ്, നമ്മളങ്ങനെ അടുത്തൊരു മാളിൽ വന്നിരിക്കുകയാണ്. ഓക്സ്ഫോർഡ് വാലി മാൾ, അങ്ങനെയാണ് പേര്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നണം. പുറത്തത് കണ്ടില്ലേ, കാറുകളൊക്കെ കിടപ്പുണ്ട് കുറേ. ഭാഗത്തേലും അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് തന്നെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. ഇനി വയ്യ വേറെ മാളന്വേഷിച്ച് കിടക്കാനായിട്ട്. ഈ മാള് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുമ്പോൾ നോക്കിക്കണ്ടേ, പാത്തൂനെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് അവിടെ ഒന്നും നിൽക്കാനുള്ള നേരമൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നോമ്പ് തുറക്കുന്ന ടൈം ആവാറായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വല്ല ഫുഡ് കോർട്ട് ഉണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു മാളാണിത്. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കുട്ടികൾ കളിക്കുന്ന സ്പേസാണ് കാണാൻ. ഇനി നമുക്ക് ഫുഡ് കോർട്ട് കണ്ടുപിടിക്കണം. എവിടെയാണോ ഫുഡ് കോർട്ട്? ഈ ഭാഗത്തൊക്കെ കുറേ കുട്ടികളുടെ ടോയ്സ് വെക്കണ കടകളാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. സാധാരണ മാള് പോലെ തന്നെ ഇഷ്ടമാതിരി തുണികളുടെയൊക്കെ കടകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ ഒഴിവായിക്കൊണ്ടിരിക്കാണ്ട. കാരണം വെച്ചാൽ 6 മണിയാകുമ്പോഴത്തേനും മാള് ക്ലോസ്ഡ് ആവും. ഇപ്പം തന്നെ മണി 5:15 പക്ഷേ നമുക്ക് 5:45 ബാങ്ക് കൊടുക്കുന്നത്. നമ്മളപ്പോൾ അങ്ങനെ ഫുഡ് കോർട്ട് തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും കുട്ടികളുടെ, എനിക്ക് തോന്നണ ഈ ഒരു പ്ലേ ഏരിയ സെക്ഷനിലാണ് കേട്ടോ നമ്മൾ എത്തിപ്പെട്ടേക്കുന്നത്. ഈ കയറി വരുമ്പോൾ തന്നെ അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അതേ ഒരു ചെടി ഇവിടെ ഉണങ്ങിയോടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇത്തരം കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ ആദ്യമേ തന്നെ കണ്ടത്. നമ്മളങ്ങനെ നടന്ന് ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്. കടകളുണ്ട്, കടകളെല്ലാം ഓപ്പണാണ്. അപ്പോൾ അവർ ഒരു കടയിൽ കയറിയിട്ടുണ്ട്, ഫിലി സ്റ്റീക്സ് എന്ന് പറയും. നമ്മൾ ഫിലഡൽഫിയയിലാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഫിലഡൽഫിയയിൽ സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ ഒരു
ഫേമസ് ഡിഷ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതേ കണ്ട ആ കട. പിന്നെ ജ്യൂസ് മേടിക്കണം, പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നാലും ഇവിടെ വന്ന് ഈ ഷോപ്പൊക്കെ കാണുമ്പോഴത്തേനും പിള്ളേർക്ക് അത് വേണം എന്നൊക്കെ പറയും. അപ്പം എന്തായാലും നോക്കാം, നോമ്പ് തുറക്കാനുള്ള സമയമുണ്ട് ഇനി. അതെ, ഇതാണ് ഫുഡ് കോർട്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, നമ്മളിരിക്കണതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല തിരക്കുണ്ട്. കണ്ട ഫുള്ള് കടകളൊക്കെ ഓപ്പണാണ്. ഇത് കണ്ട. ഇനിയിപ്പോൾ എന്താ, കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, അതാണ് ഇനിയിപ്പോൾ അടുത്തത്. എൻ്റെ പൊന്നെ വായ പിടിച്ചാണ് മനുഷ്യൻ ഇവിടെ എത്തിയത്. കാര്യം ടൈമുണ്ട്, എന്നാലും നമുക്ക് നേരത്തെ കയറിയ പോലെ മാളാകോ ഇവിടെയും എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇവിടെ അകത്ത് കയറി ഇരുന്നപ്പോഴൊരു സമാധാനമായത്, കുഴപ്പമില്ല. നേരത്തെ കയറിയ മാളിൽ ആൾക്കാർ അവിടെ കുറവായിരുന്നു, ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട്. ഭയങ്കര ഫ്രീ, ആരുമില്ല. പേടിയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നിട്ടേ ഒരു ആരും കാണുന്നില്ല. അവിടെ വന്നവരൊക്കെ എങ്ങനെയുള്ളവരാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അവിടെ ഒരു ഷോപ്പോ ഒന്നുമില്ല, ജ്യൂസൊക്കെ മേടിക്കാനോ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു കടയില്ല. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം. ഇവിടെ ഇഷ്ടമാതിരി ആളുകളുണ്ട് ഫിലഡൽഫിയയിൽ, പക്ഷേ ഒക്കെ 6 മണിക്ക് ക്ലോസ്ഡ് ആവുന്നേ, അതാണ് പാട്. നമുക്കാണെങ്കിൽ 5:45 വാങ്ങ് കൊടുക്കും. വാങ്ങ് കൊടുത്ത് അപ്പം തന്നെ ഇറങ്ങേണ്ടി വരും. ഭയങ്കര ക്ഷീണം. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? 12ലേക്ക് കടന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് നോമ്പ്? കഠിനമാണോ അതോ കുഴപ്പമില്ല? അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ തണുപ്പ്, നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ തണുപ്പുണ്ടായില്ല, പക്ഷേ ഇവിടെ ഫിലിയിലെത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇന്നലെ വലിയ തണുപ്പുണ്ടായിരുന്നില്ല, ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ പെൻസിൽവാലയിൽ കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും ന്യൂജേഴ്സിയിലും. എന്തായാലും നമുക്കിനി നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗെയ്സ് ദേ പാത്തു ഇവിടെ കിടന്ന് വേണമെന്നും പറഞ്ഞിട്ട് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട്. അത് തുറന്നേടി, അത് തുറക്കൂ. ഗെയ്സ് നമ്മളപ്പോൾ അതേ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പാത്തുവിന് സ്പെഷ്യലായിട്ടത് നൂഡിൽസും പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നൂഡിൽസ് കണ്ടിട്ട് എന്താ അങ്ങനെ ഇരിക്കണത്? അല്ലാക്കറിയാം തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടോന്ന്. ഇനി നമ്മളിത് സ്റ്റീക്ക് വാങ്ങിയത് വന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് സ്റ്റീക്ക്. ഇതെന്തേലും മാത്രമേ ഉള്ളൂ. ചിക്കൻ്റെ ഉണ്ട വാങ്ങിയേക്കണത്. ഇനി തിന്നുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഇവിടെ ബോക്സ് അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ചായ, സമൂസ, കട്ട്ലേറ്റ്, പഴംപൊരി, പിന്നെ മറ്റേ ഈന്തപ്പഴം പൊരിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം. പിന്നെ അതേ ചായ, ജ്യൂസ് അവർ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഐറ്റംസുകൾ. ലാവിഷ്യാണ് ഇന്നത്തെ ഫുഡ്. സ്പെഷ്യലായിട്ട് നൂഡിൽസ് ഉണ്ട്. പിന്നെ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. ഇവിടുത്തെ ഫിലിയില ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണെന്നൊക്കെയാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഇനിയുണ്ടെന്ന സമയം അവർ പോയേക്കുവാ ജ്യൂസൊക്കെ വാങ്ങിക്കാൻ. ജ്യൂസാണോ അതോ ബബിൾ ടീ ആണോ അടി വാങ്ങിക്കണേ? ബബിൾ ടീ ആയിരിക്കും വാങ്ങിക്കുക. ജ്യൂസ് നമ്മളെപ്പോഴും കുടിക്കണമല്ലേ, ആൾ വരുമ്പോഴല്ലേ ബബിൾ ടീ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയണ്ടായതായിട്ടാ. ഇനിയിപ്പോൾ എങ്ങനെ ഏതാ മേടിക്കണേന്ന് അറിയില്ല, വരുമ്പോൾ അറിയാം. ഞാനെന്തായാലും ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് വയ്യ. അവർ പോയി വാങ്ങിയിട്ട് കേട്ടോ. അവിടെ ഒരു അടിപൊളി അറബിക് കടയുണ്ട്, ടർക്കിഷ് കട. നല്ല അടിപൊളി ഷവർമയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷോ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കൊണ്ടുവരണ്ടായിരുന്നു. ഇവിടെ വന്ന് ഷവർമ വാങ്ങിയാൽ മതിയായിരുന്നു. ഇനി അടുത്ത ആഴ്ച പുറത്ത് പോകുമ്പോൾ ഒന്ന് നോക്കി പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ പോണ മാളിൽ കടകളൊക്കെ നോക്കി അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ മാളിലും ഉണ്ടായിരുന്നു കേട്ടോ അറബിക് കട. ഇവിടെയും ഉണ്ടെന്ന്. ഇവിടെ 2 കടയുണ്ടെന്ന്, അറബിക്കിൻ്റെ, ടർക്കിഷ്, ഷവർമ്മക്കടയൊക്കെ. കാണുമ്പോൾ കൊതിയാവും, പക്ഷെ നമ്മുടെ സാധനം വേസ്റ്റ് ആവൂലേ. എന്തായാലും നോക്കാം.
ഇനി വരുമ്പോൾ എന്തായാലും മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരണം. മാളിലാണ് വന്നെങ്കിൽ മാളിൽ ഏതൊക്കെ കടകളുണ്ടെന്നൊക്കെ നോക്കണം. ഇതേമാതിരത്തെ നല്ല ഡിഷൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കി കൊണ്ടുവരണ്ടല്ലോ. ഞാൻ പറയണ വല്ല കേൾക്കണ്ട, ഇവിടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഗെയ്സ് 2 ബബിൾ ടീ വന്നിട്ടുണ്ട്. ഇത് ഏതാണ്ടാ? ഇത് ബ്രൗൺ ഷുഗർ, ഇത് ഓറിയോ. രണ്ടും ബബിൾ ടീ അല്ലേ? സമൂസ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നോമ്പോർക്കൽ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേനും അവിടെ അതേ മാളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വന്ന് ഓരോരുത്തരെ ഇങ്ങനെ ഒഴിച്ച് വിടണത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ എന്തോ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലായി കാണാം നമ്മൾ നോമ്പ് തുറക്കാൻ വന്നവരാണെന്ന്. എന്തായാലും ഫുഡുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആസ്വദിച്ച് തന്നെയാണ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലായിരുന്നു. ചായ ഒരു രക്ഷയില്ല, ചായ ഒരു രക്ഷയില്ല, അടിപൊളി. ഇന്നലത്തെ ചായക്ക് 0 മാർക്ക് കൊടുക്കണം. ഗൈസ് നമ്മളങ്ങനെ വളരെ വിജയകരമായി നോമ്പ് തുറന്നു. അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് 6 മണിയാകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യണോണ്ടേ ഒരുവിധപ്പെട്ട ഷോപ്പുകളൊക്കെ ക്ലോസായി. ആളുകളൊക്കെ പോയി തുടങ്ങിയോണ്ടില്ല. ഇവിടെ ആരുമില്ല, അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതേപോലെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടൊന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കടകൾ കാണുമ്പോൾ നമുക്ക് മേടിക്കണമെന്നൊക്കെ തോന്നും. അതാണ് പാട്. ഇവിടെ ഒരുപാട് ഗ്രിൽ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ഷവർമ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല. നമ്മുടെ കയ്യിൽ ഫുഡ് ഓൾറെഡി ഉണ്ടല്ലോ. ആകെ പാത്തൂന് പാസ്ത മാത്രം വാങ്ങി, സ്റ്റീക്ക് വാങ്ങി, നൂഡിൽസ് വാങ്ങി, സ്റ്റീക്ക് വാങ്ങി, ബബിൾ ടീ വാങ്ങി. അപ്പോൾ ഗെയ്സ് ഇവിടെ അതേ നമ്മുടെ അറേബ്യൻ ഫുഡ്, യമൻ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെയാണ് എല്ലാം ക്ലോസ് ചെയ്തൊക്കെ കണ്ടില്ലേ. ഓഹോ, അതൊക്കെ ക്ലോസ് ചെയ്തു. ഇത് ഒരു കബാബ് ഷോപ്പാണ്. ഇതൊരു യമൻ കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഡിഷുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ കടകളൊക്കെ. ഇത് ലൈവായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇത് ഇനി ബാക്കിയൊന്നും ഇവർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണത്. ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റുമായിരിക്കും അല്ലേ. ഫുഡ് ഇവർ വേസ്റ്റ് വന്നാലും ഇവർ കടയൊക്കെ ക്ലോസ് ചെയ്ത് കളയുന്നേ ഒരു സമയം കഴിഞ്ഞാൽ. അതാണ് ഇവിടുത്തെ കടയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഫുഡ് തീർന്നിട്ട് അവർക്ക് കട ക്ലോസ് ചെയ്താൽ പോരെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. എത്ര ഫുഡ് ബാക്കി വന്നാലും ശരി, ഇവർ ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ക്ലോസ് ആക്കും. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ട്. വിജനമായിട്ടുള്ളൊരു മാളാണ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ രസകരമായ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇതിൻ്റെ മേൽഭാഗം നോക്ക്, ഫുൾ ഷീറ്റ് ഇട്ട മാതിരി. അത് ചോർച്ച അതുകൊണ്ടിട്ട് ഒരു ബക്കറ്റ് വെച്ചേക്കണണ്ട. ഏതെങ്കിലും മാളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മാള് ചോരണു? ആ ചോർച്ചക്ക് വെള്ളം പിടിക്കാൻ വേണ്ടി ഇതേ ബക്കറ്റ് വെച്ചേക്കണ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബക്കറ്റുകൾ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനൊരു കാഴ്ച. ഇത് വേണ്ട, ഇതുണ്ട് ഇവിടെയൊക്കെ ബക്കറ്റ് വെച്ചേക്കണ നോക്ക്. ബക്കറ്റുകൾ വെച്ചേക്കണണ്ട നിരത്തി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് കാണുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയില്ലേ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു മാളിൽ ചോർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ മഴ അങ്ങനെ ഇപ്പോൾ മഴ പെയ്യാറുണ്ട്. എനിക്ക് തോന്നണേ ഈ മഞ്ഞൊക്കെ അലിഞ്ഞ് വീഴുമല്ലോ, അതുകൊണ്ടായിരിക്കണം. നിറച്ചിങ്ങനെ ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് നിരത്തി. ഗൈസ് നമ്മളിതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് പുറത്ത്. സമയം കഴിയുന്തോറും ഇങ്ങനെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് നേരെ ഫുഡ് വാങ്ങിക്കാൻ പോവാം. ബിരിയാണി ഇത് വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇന്നാളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, കേരള സൂപ്പർ മാർക്കറ്റ് കുട്ടനാടൻ എന്ന് പറഞ്ഞാൽ അവിടെ പോകാനുണ്ട്. ക്ലോസ് ചെയ്യുമോയെന്നറിയില്ല. പോയി കുറച്ച് നമ്മുടേതായ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആകെ ടയർഡാണ്. നോക്കാം. ഇത് ചേരത്തന്നെ വലിയൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മാളിനോട് ചേർന്ന് തന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് സുഖമല്ലേ മാളിൽ പോവാൻ.
ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബിരിയാണി വാങ്ങിക്കണ ആ ഒരു സ്ഥലത്തേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. MRA എന്നാണ് കേട്ടോ ആ ഒരു കാറ്ററിംഗ് ബിസിനസ്സിൻ്റെ പേര്. ഇതേ കാണുന്നതാണ്. അപ്പോൾ ഈ ഫിലഡൽഫിയ അല്ലെങ്കിൽ പെൻസിൽവാനിയ സ്റ്റേറ്റിലുള്ളവരോ പിന്നെ ന്യൂജേഴ്സിയിലുള്ളവർക്കൊക്കെ നമ്മുടെ കേരളീയ ബിരിയാണി മന്തി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. ഞങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴും നമ്മളെ പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ മലയാളികൾ വന്ന് അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളെ പോലെ തന്നെ ഇങ്ങനെ വന്ന് പാർസൽ വാങ്ങിക്കാൻ വന്നവരാണ്. ഒരു സാധാരണ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും കേട്ടോ. ഇന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ വന്ന് മേടിക്കേണ്ട ഒരു ഇത് വന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ഈ സൂപ്പർ മാർക്കറ്റിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കോപ്പിറൈറ്റ് വരുമെന്നൊരു സംശയമുണ്ട്. നമ്മൾ വീണ്ടും ഇതേ മുട്ടയുടെ സെക്ഷനിലേക്ക് കണ്ടു വന്നേക്കണത്. ഇവിടെ താറാമുട്ട കിട്ടുമെന്നേ, അതാണ് സ്പെഷ്യൽ. നമ്മളിതേ കോഴിമുട്ട നമ്മൾ താറാമുട്ടയും കാടമുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്തിരി വാങ്ങി. പത്തിരിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിങ്ങനെ മേടിക്കാനായിട്ട് കൈ ഇങ്ങനെ തരിക്കും. അതുകൊണ്ട് ഇതേ 2 പത്തിരി വാങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് താറാമുട്ട അതുപോലെ തന്നെ കാടമുട്ടയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ്. നല്ല തണുപ്പുണ്ട്. ഒരുപാടൊന്നും വാങ്ങിയില്ല കേട്ടോ, കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് കൊടുക്കാൻ ആരും മറന്നു പോവല്ലേ. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. എന്നാലും പറഞ്ഞാലും ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നാണമില്ലാണ്ട് പറയണത്. അപ്പോൾ ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അമേരിക്കയിലെ പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഇതുമാതിരിത്തെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.